Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ എന്താ പറയുക മുഖവര ഇടുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലേ നോൺ വെജ് ചെയ്യാൻ പോകാൻ വേണ്ടി പറയാനാണ് ഈ കളിക്കുന്നതെല്ലാം. പക്ഷെ എന്നാൽ വെറുതെ കേട്ടോ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ നോയമ്പുകാരെയൊക്കെ പരിഗണിക്കുന്നു എന്നാ വിചാരിച്ച എന്നെ പറ്റി. ഞാൻ അതുകൊണ്ട് പരിഗണിച്ചേക്കുവാ ഈ എപ്പിസോഡിൽ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു വെജിറ്റബിൾ കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം പിന്നെ വെജിറ്റേറിയൻകാരന് പ്രയാസമൊന്നും തോന്നുകയില്ല. പക്ഷേ ഈ കറി എന്ന് പറയുമ്പോൾ ചിലപ്പം നോൺ വെജിനെക്കാട്ടിലും ഒരു പടി മുന്നേ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേരാണ് കൊലാപ്പൂരി വെജിറ്റബിൾ കറി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ നോയമ്പ് കാലത്തൊക്കെ ഒരു ഇച്ചിരി സ്പൈസി ആയിരുന്നു. എന്നാൽ ഒരു ഇച്ചിരി ഞാൻ പറയത്തില്ല എപ്പോഴും വെജിറ്റബിൾ കറിയിലൊക്കെ ഇച്ചിരി കപ്പലണ്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഇതൊക്കെ എന്നതേലും ഒന്ന് അരച്ച് ചേർക്കുവാന്നേൽ വെജിറ്റബിൾ കറി എന്നല്ല ഏത് കറിയിലും എന്ന് പറഞ്ഞാൽ സാമ്പാറിലൊന്നും അരച്ച് ചേർക്കല്ല, ഇതിനകത്ത് അരച്ച് ചേർക്കുവാന്നേൽ കുറച്ച് ടേസ്റ്റ് കൂടും എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കാഷ്യൂ ഒക്കെ നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തോരം വെജിറ്റബിൾസ് ഇടാമോ അതെല്ലാം ഇടാം. പക്ഷേ വെജിറ്റബിൾസിന് ഇന്ന വെജിറ്റബിൾസ് എന്നുണ്ട്, വെള്ളരിക്ക പടവലങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. ഈ പറഞ്ഞ കൂട്ട് ബീൻസ്, ക്യാപ്സിക്കം, പൊട്ടാറ്റോ, പിന്നെ കോളിഫ്ലവർ ഇങ്ങനത്തെ ഒക്കെ ഇടാൻ നോക്കും. അല്ലാതെ മറ്റേ എല്ലാം ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയേല. പിന്നെ എന്നാണെന്നറിയാമോ, ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ നാണിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ബട്ടർ നാൻ അല്ലെങ്കിൽ സാദാ നാൻ അല്ലെങ്കിൽ ബട്ടൂര അല്ലെങ്കിൽ ബറോട്ട ഇതെല്ലാം മൈദയിലാണ് വരുന്നത്. അതുകൊണ്ട് ഹെൽത്തി അല്ലാന്നറിയാം, പക്ഷേ എന്നാലും നമ്മൾ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്. അപ്പം നോയമ്പ് സമയത്താണെങ്കിൽ മിക്കപ്പോഴും എല്ലാവരും ചോറ് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാവരും ഈ എന്നാ പറയുക പലഹാരത്തിലോട്ടാണ് കൂടുതൽ പിടിക്കുന്നത്. ദോശയ്ക്കാണെങ്കിലും ഇത് നല്ല, പക്ഷെ നല്ല ക്രിസ്പി ദോശ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി കൂടുതൽ വർത്താനം പറയുന്നില്ല, കാര്യം എന്നറിയോ, ഇതിന് ഇച്ചിരി പണിയുണ്ടെന്നേ. അന്നേരം പിന്നെ ഇപ്പോഴേ ഞാൻ പറഞ്ഞു തന്നാലല്ലേ എഴുതിയെടുക്കാനൊക്കത്തുള്ളൂ. എഴുതിക്കോ. ഇത് ചെയ്യേണ്ട വെജിറ്റബിൾ ഓയിലില്ല. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പൂൾ വേണം. തേങ്ങാപ്പൂളായിട്ട് അല്ലെങ്കിൽ തേങ്ങ തിരുമിയത് ായാലും മതി. പിന്നെ ഇച്ചിരി മല്ലി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി വറ്റൽ മുളക്, കാശ്മീരി മുളകാണേ, അതല്ലെങ്കിൽ മുളക് പൊടി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, എള്ള്, വെളുത്ത എള്ള് അല്ല ഫസ്റ്റ് പ്രിഫറൻസ് വെളുത്ത എള്ളിന, ഇല്ലെങ്കിൽ കറുത്ത എള്ള്, പിന്നെ ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് ഏലക്ക. പിന്നെ ഇത് ചെയ്യാനുള്ളത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ അതിനകത്ത് വേണ്ടിയത് കുറച്ച് ജീരകമല്ല പെരുംജീരകം, കുറച്ച് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ ചതച്ചതായാലും മതി, ക്യാപ്സിക്കം ഒരെണ്ണം, ടൊമാറ്റോ ഒരെണ്ണം അരിഞ്ഞത്, ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഇച്ചിരി പാല്. ഇത് തേങ്ങാപ്പാലാവാം പശുവും പാലാവാം, അത് രണ്ടിലെ വേറൊരു പാൽ ഉപയോഗിക്കരുത്. പശുപാല് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ വാങ്ങാറാവുമ്പോഴത്തേക്ക് എടുത്തേച്ചാൽ മതി. അതല്ല തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക. ഒന്നാം പാല് ലാസ്റ്റ് വാങ്ങാൻ നേരം ഒഴിക്കുക, രണ്ടാം പാലാന്നേൽ വെജിറ്റബിൾസ് ഒന്ന് വേവാനായിട്ട് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ ഉരുളക്കിഴങ്ങും ആ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചേച്ച് പ്രത്യേകം വെക്കുക. ആ വെള്ളം ചേർത്ത് ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അരപ്പും എല്ലാം ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പശുമ്പാൽ ഒഴിച്ച് വെച്ചാൽ മതി. അതാണ് എളുപ്പമുള്ള വഴി. അതല്ല തേങ്ങാപ്പാൽ എടുക്കാൻ നല്ല ഇഷ്ടമാണ്, തേങ്ങാപ്പാലിൻ്റെ രുചിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് എന്നാന്നറിയോ, നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിന് ചൂടാക്കാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള സ്പൈസസ് എല്ലാം ഇതിനകത്തോട്ട് ഇടാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒരിച്ചിരി ഇടണം. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. ഇത് പൊടിയാണ്. മല്ലി, മുളക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാമെന്നേ ഉള്ളൂ. തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം ചേർത്താൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഒരു നുള്ള എള്ള്,
ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം മതിയാവേ. ഈ പട്ട ഇച്ചിരി കട്ടി കൂടുതലുള്ള പട്ട ആയതുകൊണ്ട് ആ പട്ടയുടെ ഒരു എന്നാ പറയുക ഒരു കുത്തലുണ്ട്, അത് അങ്ങനെ മുന്നിട്ട് നിൽക്കും. പക്ഷെ പച്ചക്കറി ആയതുകൊണ്ട് അതിനകത്തൊന്നും പിടിക്കാനും കാണുമല്ലോ. ഇറച്ചിയൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, പക്ഷേ പച്ചക്കറിക്ക് ഒട്ടും കൂടല്ലേ. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്. ഇതൊക്കെ ഞാൻ കൈക്ക് ഇടുന്നത് എന്നാണെന്നറിയാമോ, ഇതൊന്നും എനിക്ക് സ്പൂൺ അളവില്ലേ, അതിൻ്റെ നമ്മളെല്ലാം വീട്ടമ്മമാർക്കുള്ള കൂട്ടത്തിലുള്ള പോലെയാണ്. എനിക്ക് കൈ അളവ് ഏറ്റവും കൈവാക്ക്. പിന്നെ ഒരു 3-4 ഏലക്ക. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്ക് ശരിക്കും മറ്റേ എന്നാ പറയുക മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തേച്ചാൽ മതി. ഇതിൻ്റെ മൂപ്പ് എന്ന് പറയുന്നത് ആ തേങ്ങ ഒന്ന് ഇച്ചിരി മൂത്ത് കിട്ടണം. ഒത്തിരി അങ്ങ് തീയൽ പോലെ ഒന്നും മൂക്കണ്ട, ഒരു ആ പച്ചയുടെ ഇതൊന്ന് മാറിയേച്ചാൽ മതി. ഒന്നെങ്കിൽ തേങ്ങ പൂളായിട്ട് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമ്മിതിടുവാന്നേരം കുറച്ചുകൂടി ഒരു വേഗം മൂത്ത് കിട്ടാൻ എളുപ്പമുണ്ടേ. ഇതിപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്, അതുകൊണ്ട് ഇച്ചിരി നേരം എടുക്കും അതൊന്ന് മൂത്ത് കിട്ടാൻ. തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കും ചിലരെ. പക്ഷെ ആ എണ്ണ നമ്മൾ ഒഴിച്ചാലുണ്ടല്ലോ ഇതിനകത്തുള്ള ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ വെറ്റായിട്ട് പിന്നെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് ഡ്രൈ റോസ്റ്റാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ, തിരുമിയ തേങ്ങയാണെന്നേലും ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി എല്ലാം പോട്ടെ, തേങ്ങയിൽ തന്നെ ബേസിക്കലി ഒരു ഇച്ചിരി എണ്ണമയമുള്ള കൂട്ടത്തിലാണേ. അന്നേരം നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആ ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ദേഹത്തോട്ട് കയറുക. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഈ ഉള്ളത് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണല്ല. പിന്നെ എളുപ്പത്തിനാണെന്ന് പറയുന്നത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നിച്ചിരി എളുപ്പം മൂത്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ചേർത്തേക്കുന്ന സ്പൈസസില്ലേ അതിൻ്റെ ഒരു അരോമ ഇങ്ങനെ നല്ലതായിട്ട് മൂക്കുമ്പോഴത്തേക്ക് വരും. ഇതിപ്പോൾ ശരിക്കും ഇതിൻ്റെ റൈറ്റ് അരോമ എന്ന് പറയുന്നതാണ് ആ നമ്മൾ ചേർത്തേക്കുന്ന ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ, ആ ഡ്രൈ സ്പൈസസ് ശരിക്കും അതിൻ്റെ ആ ഒരു പട്ടയുടെയും ഗ്രാമ്പൂ ഏലക്കായുടെയും ഒക്കെ ഒരു മണം വരും. ആ മണം വരുന്ന സമയത്ത് തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചേച്ച് നമുക്ക് ആ മിക്സി എടുത്തുകൊണ്ട് വന്നേച്ച് ബാക്കി പറയാമേ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് 2-3 പൊടികളൊന്നും ചേർത്തിട്ടില്ല. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ, മല്ലിപ്പൊടിയും മുളക് പൊടിയും. അത് നമ്മൾ എത്ര വെജിറ്റബിൾസ് എടുക്കുന്നോ അതിൻ്റെ ഏനം പോലെ എടുത്തോണേ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് കൂട്ടണം. പക്ഷെ നമുക്ക് കുരുമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതും കൂടെ കണക്കെടുത്തേച്ച് വേണം നമ്മൾ മുളക് പൊടിയുടെ അളവ് ചേർക്കാൻ. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെന്നുണ്ടെങ്കിൽ നിറച്ച് 1 ടേബിൾ സ്പൂണേ മല്ലിപ്പൊടി എടുത്തു. അതേപോലെ നിറച്ച് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ബാക്കി സ്പൈസസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണം. ആ സ്പൈസസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അന്നേച്ച് ഈ പൊടിയും കൂടെ ഒന്ന് മൂത്തില്ല എന്നുണ്ടെങ്കിൽ സ്പൈസസ് എല്ലാം മൂത്തു പക്ഷേ പൊടി മൂക്കാതെ ആയിപ്പോവും, പച്ചച്ചോവ് വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, അതും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഒത്തിരി അങ്ങ് എന്നാ പറയുക ബ്രൗൺ ആവുന്നിടം വരെ ആ പൊടിയൊന്നും മൂക്കണ്ട, ഒരു ഇച്ചിരി ഒന്ന് മൂത്തേച്ചാൽ മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് ചുമയായി. അത് അതിലും ഭേദം നമ്മളൊരു ഒന്ന് മൂക്കുകയല്ലേ ആ പരുവത്തിന് ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഈ മൂപ്പിച്ച പൊടിയും ആ സ്പൈസസും എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്നെങ്കിൽ അരച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൗഡറായിട്ട് നല്ല പൗഡറായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏതാ നമുക്ക് കൺവീനിയൻറ്റ്. എന്നതാണേലും ക്ലൈമാക്സ് നല്ല പേസ്റ്റ് ആയിട്ട് വേണം. ഇനി പാത്രം കഴുകാനൊന്നും നിൽക്കണ്ട. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഡ്രൈ ആയിട്ട് പൊടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. പ്രാക്ടിക്കൽ പറയുന്ന കേട്ടോ. അതേ പാനിൽ, അതായത് പാത്രം കഴുകാനൊക്കെ മടിയുള്ള കൂട്ടത്തിൽ എന്നെ പോലെ ആണെങ്കിൽ പാത്രം കഴുകാനൊന്നും നിൽക്കരുത്. അതേ പാനിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണയൊന്ന് ഒഴിച്ച് വെച്ച് അതിനകത്തോട്ട് ജീരകമല്ല പെരുംജീരകം വേണം ഇടാൻ. ഒരു 1/2 ടീസ്പൂണോളം ഇട്ടോ. ഇതെല്ലാം എൻ്റെ കൈവാക്ക. അതിനകത്ത് 1/2 ടീസ്പൂൺ ആണോ എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയാൻ മേല. പക്ഷേ എന്നാലും ഒരു എന്നാ പറയുക, നമ്മൾ സ്പൈസസിൽ ചേർക്കാതെ പോയത് പെരുംജീരകം മാത്രമാണ്. അതുകൊണ്ട് ഇച്ചിരി പെരുംജീരകം ഇതിനകത്തിടുക. ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. അതിപ്പോൾ നീളത്തിൽ അരിയണം എന്നോ മസ്റ്റൊന്നും അല്ല. ഇനിയിപ്പോൾ സ്ക്വയറായിട്ട് അരിയാം, അല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം, ഏതാ നമുക്ക് കൈവാക്കാന്ന് വെച്ചാൽ അരിയാം.
പിന്നെ വെജിറ്റബിൾസ് മാത്രം ഇച്ചിരി കാണത്തക്ക രീതിയിൽ അരിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെജിറ്റബിൾസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കും. കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇച്ചിരി പാടല്ലേ, അതുകൊണ്ട് മാത്രം വെജിറ്റബിൾസ് കുറച്ച് മുഴുത്തതായിട്ട് അരിഞ്ഞു. നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ സ്പൈസസ് ഇച്ചിരി അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം നമ്മളെല്ലാവരും ഇടാൻ മറന്നുപോയി. എല്ലാവരും അല്ല, ഞാൻ ഇടാൻ മറന്നുപോയതല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ അരയ്ക്കാനുണ്ട്. അതിന് മുന്നായിട്ട് ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 1.5 ടീസ്പൂണോളവും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. പച്ചക്കറിയുടെ കറി എപ്പോൾ വെക്കുവാണെങ്കിലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി കുറച്ചാണ്. എന്നാന്നറിയാമോ, അതിനകത്ത് ഒരുപാടൊന്നും എന്നാ പറയുക, ആ ഇറച്ചിയോളം ഒന്നും അത്രയും പിടിക്കുകയല്ല. ഇറച്ചിക്ക് ചേർക്കുന്ന അതിനെക്കാട്ടിലും ഒരു പകുതി ചേർത്തേച്ചാൽ മതി വെജിറ്റബിൾ കറി വെക്കുമ്പോൾ. ഇതിവിടെ ഇരുന്നൊന്ന് മൂക്കട്ടെ. ഇതിനകത്തോട്ട് അരച്ച സ്പൈസസിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇടുക. എന്തോരം ഇടുന്നോ അത്രയും ടേസ്റ്റിയാണ്. പക്ഷെ ഒരു പരിധി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം ചേർക്കാൻ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ടൊമാറ്റോ ഇതേപോലെ നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അഥവാ ഒരു ഇച്ചിരി വഴന്നാലും മതി. ടൊമാറ്റോയും ആ ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഇതും കൂടെ അതിനകത്ത് കിടന്നോട്ടെ. ബാക്കിയെല്ലാം നമ്മൾ ഒരുപാട് ഇട്ട് വേവിച്ച് കളയാം. ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് ആ കറിക്കകത്ത് വേണേ. പിന്നെ ടൊമാറ്റോ ഞാൻ ഫസ്റ്റ് ഇട്ട് എന്നാന്ന് വെച്ചാൽ ടൊമാറ്റോയ്ക്കകത്ത് ബേസിക്കലി ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. അന്നേരം ആ വാട്ടറി കണ്ടന്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് വഴന്നാൽ മാത്രമേ അത് പോത്തുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ നമ്മൾ അരച്ച് വെച്ച മസാലയിൽ അതിനകത്തോട്ട് ചേർക്കണം. മസാല ആദ്യമേ ഒരു ഇച്ചിരി കുറച്ചായിട്ട് മൂപ്പിച്ച ആൾക്കാരാന്നേൽ ഇപ്പം നമ്മൾ മസാല ചേർക്കുമല്ലേ, അന്നേരം ഒരു ഇച്ചിരി കൂടി ഒന്ന് മൂക്കാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇതിനകത്തിട്ട് മൂപ്പിക്കാം. അത് ഇപ്പം മസാല ചേർക്കുന്ന സമയത്തായിരുന്നു അത് മൂപ്പിക്കാനുള്ളത്. എനിക്ക് ആ വെജിറ്റബിൾസിനകത്ത് ആ എന്നാ പറയുക, നമ്മുടെ ആ ടൊമാറ്റോയും കൂടെ കിടക്കുന്നത് കാണാൻ ഒരു ഇച്ചിരി ഷേലാന്നേ. അന്നേരം ഞാൻ ആ ടൊമാറ്റോ ഒരുപാട് വഴറ്റുന്നില്ല, ഒരു ഇച്ചിരിയേ വഴറ്റുന്നുള്ളൂ. ശരിക്കും മസാലയ്ക്ക് ഉണ്ടല്ലോ ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ടേ. ഇപ്പം ഇത് മൂക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ, നമ്മൾ നേരത്തെ ഒഴിച്ചേക്കുന്ന എണ്ണയൊക്കെ ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരുവേ, അതാണ് ഇതിൻ്റെ ആ മൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇച്ചിരി കൂടി ഒന്ന് ഇപ്പം നമ്മൾ ആ പച്ച ഒരു നമ്മൾ മൂപ്പിച്ചാൽ പോലും അരച്ചെടുക്കുമ്പോൾ ആ സ്പൈസസിൻ്റെ ഒരു പച്ച മണത്തിൻ്റെ ഒരു എന്നാ പറയുക ഒരു മണം വരും. പക്ഷെ ആ മണം വരുമ്പോഴാണ് ശരിക്കും ഒരു വീട്ടിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ എന്നാ ഫ്ലേവർ അടുത്ത വീട്ടിൽ അറിയാൻ പറ്റുന്നത്. ഇത് ശരിക്കും ആ ഒരു പച്ച ഫ്ലേവർ ഇങ്ങനെ വരുന്നതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ഒരു മൂപ്പുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തേച്ചാൽ മതി. ആ മിക്സിക്കകത്ത് നമ്മൾ കലക്കിയെടുത്ത വെള്ളം ഉണ്ടല്ലോ അത് ഒരു ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരും. ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് വെള്ളത്തിനകത്ത് നിന്ന് തന്നെ എന്നാ പറയുക മസാലയൊക്കെ ഒന്ന് വേവുകയും ചെയ്യുവേ. ആദ്യം ഒഴിക്കുന്ന വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ. വെള്ളം ഒന്ന് നല്ല അസലായിട്ടൊന്ന് പറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച മണം ഇങ്ങനെ ആ മസാലയുടെ വരും. അതില്ല, അത് വന്നു കഴിഞ്ഞാൽ ഏതൊരു കറി ആയാലും ശരി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടെ പറയുക, ഈ ഏതൊരു കറി ആണെങ്കിലും മസാലയുടെ പച്ചമണം മാറാതെ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാന്നേൽ നമ്മൾ കറി വെച്ച് വാങ്ങിയതിന് ശേഷം വരെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഇതിനകത്തൊരു പച്ചച്ചോയ അതിനൊന്നും മൂത്തില്ലായിരുന്നോ മസാലയെന്ന് ചോദിക്കുവേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടോ നമ്മുടെ ആ മസാലയ്ക്കകത്ത് തന്നെ തന്നെത്താനെ എണ്ണ അങ്ങ് തെളിയുന്നുണ്ട്. ഇതിനർത്ഥം ശരിക്കും ആ മസാല മൂത്ത് വരുന്നു എന്നാണ്. ആദ്യമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് പഠിച്ച സമയത്ത് ഈ മസാല മൂത്തതോ അങ്ങനത്തെ ഒന്നും മണം എനിക്ക് പെട്ടെന്നൊന്നും അറിയാൻ ഒക്കെയില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ടുപിടിച്ച ട്രിക്ക് എന്ന് പറയുന്നതായിരുന്നു ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴായിരിക്കും മസാല മൂക്കുന്നത്. അങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു പിന്നെ മനസ്സിലായത് ശരിക്കും എന്നാ പറയുക മസാലയും നല്ലതായിട്ട് മൂക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു പരുവം എന്നൊക്കെ അമ്മമാർ പറഞ്ഞു തരികയില്ല, ആ മസാലയ്ക്ക് ഒരു മൂപ്പിനൊരു പരുവമുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇത് കുറച്ചൊരു റിച്ച് ഫുഡാണ്, കാരണം അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലോണം ചേരുന്നതുകൊണ്ട് റിച്ച് ഫുഡാണ്. പക്ഷേ നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയേച്ച് ഉള്ള ഒരു ഡിഷും കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം ഫൈബർ കണ്ടൻറ്റാണ്.
അറ്റ് ദ സെയിം ടൈം സ്റ്റാർച്ച് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ആന്നേൽ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കത്തിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചിലർക്കൊക്കെ ആന്നേൽ ക്യാപ്സിക്കം പിടിക്കുകയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ക്യാപ്സിക്കം ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു തന്തൂരി റോസ്റ്റ് ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഗീവ്സ് എ ഗുഡ് ഫ്ലേവർ. പക്ഷേ ക്യാപ്സിക്കത്തിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ക്യാപ്സിക്കത്തിന്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഓരോ വെജിറ്റബിൾസ് 1 by 1 ആയിട്ട് ഇടാൻ പോവാന്നേ. ഇച്ചിരി കൂടെ മസാല ഒന്ന് മൂത്തോട്ടെ അല്ലേ ഇത്രയും വർത്താനം പറഞ്ഞു വെച്ചാൽ ഞാൻ തന്നെ അങ്ങ് പച്ചച്ചോവയായിട്ട് വെച്ചാൽ കൊള്ളുകയില്ല. അന്നേരം ഒരു ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമാണ്. ഇനിയിപ്പോൾ അഥവാ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു പരുവം തെറ്റി പോവാന്ന് വിചാരിച്ചോ, അന്നേരം എന്നാ എടുക്കണമെന്നറിയാവോ? നമുക്ക് ഈ എന്നാ പറയുക, വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് വെച്ചാൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ കൂട്ടോ 1-ാം പാലിലോ അല്ലെ 2-ാം പാലിലോ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ ഏതിലാണെന്നും നമ്മൾ വേവിക്കുന്നതെന്ന് വെച്ചാൽ അത് വേവിച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഏത് സമയത്താണെങ്കിലും ഈ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സിമ്മിലിട്ട് വെച്ച് ആ എണ്ണ ഫുൾ തെളിഞ്ഞതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു മൂപ്പ് കിട്ടും, ആ പച്ചച്ചോവ മാറി കിട്ടും. ഇതൊക്കെ ഞാൻ ഒരു ഓപ്ഷൻ, അതായത് എങ്ങാണ് മൂപ്പ് വരാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ, അപ്പോൾ ഇത്രയൊക്കെ മൂത്താൽ മതി എന്ന് പറഞ്ഞേച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തേക്കല്ല. ഇതിനൊരു ചെറിയ അഥവാ പരുവം തെറ്റിപ്പോയാൽ വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇടുവാണേ. ക്യാപ്സിക്കം, പൊട്ടാറ്റോ, ബീൻസ്, ക്യാരറ്റ്. ഇത്രയും പച്ചക്കറി ഒന്ന് വേവിച്ച് വെക്കുവാന്നേൽ അത് എളുപ്പമാവും. കുറച്ചൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. പക്ഷെ അതല്ല, ഇപ്പം നമ്മൾ പച്ചക്കായിട്ടേക്കുന്നേ, അതുകൊണ്ട് ഇച്ചിരി വേവാൻ ഇച്ചിരി സമയം എടുക്കുവേ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ വേവിച്ച വെള്ളമില്ല, 2-ാം പാലും ഇല്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മസാല അരച്ച വെള്ളം ഇരിപ്പുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താലേ ഇതിനകത്തോട്ട് എല്ലാം പിടിക്കത്തുള്ളൂ. പിന്നെ അന്നേൽ പച്ചക്കറി വേവാനായിട്ട് വെള്ളം വേണം, പിന്നെ ഒരിച്ചിരി ഉപ്പിടണം, ഗ്രേവി വേണം, എല്ലാത്തിനുമായിട്ടൊക്കെ ഇച്ചിരി വെള്ളം ചേർത്തേ ഒക്കത്തുള്ളൂ. 2-ാം പാലുള്ളവർ അങ്ങനെ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാണ്. 1-ാം പാൽ എന്തോരം ഉണ്ട് അത്രയും മാത്രം നമുക്ക് മെയിൻ ഗ്രേവി മതി എന്ന് തോന്നുവാന്നേൽ അതനുസരിച്ച് 2-ാം പാൽ ചേർക്കുക, അതല്ലെങ്കിൽ വെള്ളം ചേർക്കുക, ഏതാ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത്. എനിക്ക് എന്നായാലും 1 കപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ചാറ് വേണം. ഏത് കറി വെച്ചാലും ഉടനെ ചോദിക്കും ചാറില്ലെന്ന്. ഇത് ഞാൻ കുഞ്ഞുനാളിലായാലും ഞാനായാലും ചോദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ചാറിനോട് എനിക്കും പ്രിയവും കൊള്ള കൂട്ടത്തിലാണ്. ഇച്ചിരി ഉപ്പും കൂടെ ഇടുക. ഇനി ഒരിച്ചിരി നേരം ഇതൊന്ന് വേവട്ടെ. ഈ ആവി അടിക്കുമ്പം ഞാൻ ഇതിൻ്റെ മണം പറയുന്നേയില്ല, കാര്യം അത്ര നല്ല മണമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അഥവാ നല്ല മണമെന്ന് പറയാം, നിങ്ങൾ പറയും ഞാൻ കൊതി വിട്ടെന്നോ, കൊതിയൊന്നും വിടുകയില്ല. ഉള്ള കാര്യം പറയാം, നല്ല രുചിയുള്ളൊരു കറിയാണ് ഇത്. ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ, അതല്ല പശുമ്പാലാണെങ്കിൽ പശുമ്പാൽ, ഏതാ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കുക. പശുമ്പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് അധികം തിളപ്പിക്കരുത്, പെട്ടെന്ന് ഓഫ് ചെയ്തേക്കണം നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു ഇച്ചിരി മല്ലിയില ഇട്ടോട്ടെ, ഒരു പകുതി മല്ലിയില ഇട്ടേച്ചും നമുക്ക് ഈ പാലും കൂടെ അങ്ങ് ഒഴിക്കാം. ഇച്ചിരി ഫ്ലെയിമൊക്കെ നല്ലതായിട്ടൊന്ന് കൂട്ടി വെച്ചേച്ച് അധികം തിളയ്ക്കാൻ നിൽക്കേണ്ട. ബാക്കി മല്ലിയിലയും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇത് നല്ലതായിട്ടൊരു ആവി എരിയല്ലേ, അന്നേരം അങ്ങ് ഓഫ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ ചിലപ്പം ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് പശുമ്പാലായതുകൊണ്ട് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാടിട്ട് നമുക്ക് പിരിച്ചതിനെ ഇല്ലാതാക്കണ്ട, നല്ലൊരു കറി ഇല്ലാതാക്കണ്ട. നല്ലൊരു ആവി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നിച്ചിരി തിളച്ചോട്ടെ. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചൊഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം, നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇനി ഇതിനകത്ത് പരിപാടിയൊന്നുമില്ല, കുറേ സാധനങ്ങളുണ്ടായിരുന്നു അല്ലേ ഇതിനകത്ത് ചേർക്കാനായിട്ട്. ഇനി എത്ര നേരം എടുക്കുന്നവർ എത്ര ഒതുക്കാൻ. നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയാണ്.
ഞാൻ വാക്ക് പറഞ്ഞ പോലെ തന്നെ പാലിച്ചേ. അടുത്ത പ്രാവശ്യം ഞാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പരിഗണിച്ചിരിക്കും. ഇതിന് കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞതെല്ലാം മൈദയുടെ കണ്ടന്റ് ഉള്ളതാണ്. പക്ഷേ മൈദ ബേസിക്കലി നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളതും ഈ പറയുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാ ചെയ്യാനല്ലേ, നമ്മുടെ നാവിന് രുചി ഉള്ളതാണ് ഏറ്റവും മുൻഗണന കൊടുക്കാനുള്ള. ആസ് ഫാർ ആസ് നമ്മൾ ആ ഒരു തട്ടകത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനല്ലേ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു കറിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതും ഒരു കറിയുടെ ഡിഷിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നതും ഏറ്റവും നല്ലത് കോമ്പിനേഷൻസിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് മൈദയുടെ ചേരുന്ന എല്ലാം ഇതിന് കറക്റ്റ് സ്യൂട്ടബിളാണ്, കുറച്ച് സ്പൈസിയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇനി എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യമായിട്ട് വെജിറ്റബിൾ തുടങ്ങി. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കാര്യം കുറേ നാൾ എപ്പിസോഡ്സ് കൊണ്ട് നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ചു ഗസ്റ്റിനെ പറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഒക്കത്തുള്ളൂ. കാര്യം എന്നാണെന്നറിയാമോ, ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. അതായത് ഒരു ഫിലിം പ്രൊമോഷൻ്റെയും കൂടി അവർ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. എന്നാന്ന് വെച്ചാൽ പ്രേക്ഷകരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ പറ്റുന്ന ആനീസ് കിച്ചണിൽ കൂടിയാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ അതിനകത്ത് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ റിലീസാവാൻ പോകുന്ന ഫിലിം സിർക്ക് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഡയറക്ടറും ഹീറോയിനും പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടത്, അതായത് ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും ജെയിൻ ചേട്ടൻ വരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ജെയിൻ ചേട്ടൻ ആരാ ഏതാ എന്താന്ന്, ഇൻട്രൊഡക്ഷനെ ആവശ്യമില്ല. അതിനകത്ത് ഹീറോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി വന്നേ ഹീറോയിന് ബെസ്റ്റ്. നമസ്തേ സർ. നമസ്തേ ജെയിൻ ചേട്ടാ. ഞാൻ പ്രേക്ഷകർക്ക് പോലും ഇവരുടെയൊക്കെ മുമ്പ് ഞാൻ കയറി ഇവരെ കാണത്തില്ല, അതുകൊണ്ടിട്ട് ഞാൻ പുറകോട്ട് നിന്നു. പക്ഷെ അന്നത്തെ ജെയിൻ ചേട്ടനല്ല, ജെയിൻ ചേട്ടൻ ഒത്തിരി ക്ഷീണിച്ചു പോയി. പടം കുറഞ്ഞപ്പോ ശരീരം കുറച്ചാലേ പടം കിട്ടുള്ളൂ എന്നൊരു തോന്നൽ വന്നുകൊണ്ട് കുറയ്ക്കുന്നതാ. ഒന്ന് കാച്ചിയേക്കുവാ അല്ലെ, പ്രായം കൂടുതലാണ് അപ്പൊ മെലിയണ്ടേ. ചുമ്മാ പ്രേക്ഷകരെ തകർക്കരുത്. ഈ പറഞ്ഞ പോലെ ജെയിൻ ചേട്ടനെ ഈ പറഞ്ഞ പോലെ എന്നെ എത്ര പയ്യന്മാരാന്നറിയോ റോൾ മോഡൽ ആക്കിയേക്കുന്നത്. എന്നുവെച്ചാണ് ഈ വർത്താനം പറയുന്നത്. അങ്ങനെ പറയല്ലോ, പിള്ളേർ തകർന്നു പോകും. ഇനി ഞാൻ ഹീറോയിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇതാ ഞാൻ പറഞ്ഞ ഹീറോയിൻ, അതായത് നമ്മുടെ ആനീസ് കിച്ചണിൽ അതിഥിയായിട്ട് വന്നിരിക്കുന്ന അതിഥി തന്നെയാണോ അതിന്റെ ഹീറോയിൻ, ബിക്കോസ് നെയിം ഇസ് അതിഥി. അതുകൊണ്ട് പുതിയ ഹീറോയിൻ ആണ്. നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണോ? ഫസ്റ്റ് സ്ക്രീനോ അല്ല, ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, മലയാളം അറിയാമോ? ഇവിടെ പറഞ്ഞു നോക്കത്തുള്ളൂ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതാ ഏറ്റവും കൈവാക്ക്. ഇത് നമ്മുടെ ഡയറക്ടറാണ്, സർക്കിളിലെ ഡയറക്ടറാണ്. നമസ്തേ സർ. ജെയിൻ ചേട്ടൻ ഇനി ഇൻട്രൊഡക്ഷൻ ഇല്ല, അതാ ജെയിൻ ചേട്ടൻ നമ്മുടെ സ്വന്തമാ, അതിന് പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. പിന്നെ എന്നതാ ജെയിൻ ചേട്ടൻ നമ്മൾ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ചർച്ചയൊക്കെ ഇരുന്ന് വേണം സംസാരിക്കാൻ. എന്നതാ ജെയിൻ ചേട്ടൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അതാ വരും സർ. ഇത് നിങ്ങക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. എന്നാ ചേച്ചാ നോക്കുന്നേ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇങ്ങനെ അതിശയപ്പെട്ടൊന്നും നോക്കണ്ട, ഞാനാ ഉണ്ടാക്കിയേ. ഉറപ്പല്ലേ? അയ്യോ ജെയിൻ ചേട്ടാ, രണ്ടു പ്രാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം. ജെയിൻ ചേട്ടൻ നോട്ടം കണ്ടപ്പോ എനിക്കൊരു പ്യോർ വെജാ. എന്നാന്ന് വെച്ചാല് ഇപ്പൊ വൃശ്ചിക മാസമാണു, പിന്നെ ഇപ്പൊ ഡിസംബർ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ നോമ്പ് കാലമല്ലേ എല്ലാവർക്കും ഒക്കെ. അന്നേരം എല്ലാരും ഒന്നും നമ്മൾ പരിഗണിക്കണ്ടായോ? ഏത് നേരം എല്ലാവർക്കും പരാതി എന്നാന്നറിയോ, ആനീസ് കിച്ചണിൽ നോൺ വെജ് മാത്രമേ ചെയ്യത്തുള്ളൂ, വെജിറ്റേറിയൻ ചെയ്യുകയല്ലാന്ന്. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. പിന്നെ എല്ലാരും ഫസ്റ്റ് പ്രിഫറൻസ് എന്നാ കൊടുക്കുന്നത്? നോൺ വെജ്. അപ്പം സോ ഐ മേക്ക് നോൺ വെജ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫിലിമിനകത്ത് ചെയ്ത ക്യാരക്ടർ, സിർക്ക് എന്ന് പറയുന്ന ഫിലിമിന്റെ ക്യാരക്ടർ, മോളാണ് മെയിൻ ക്യാരക്ടർ ചെയ്തത്. അപ്പം ആ ക്യാരക്ടർ സാർ പറഞ്ഞു തരുന്നതും ഒക്കെ മോളെ എങ്ങനെ കണ്ടുപിടിച്ച് ഇത്രയും ഒരു ഹെവി റോൾ മോൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ള സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. വെരി ഗുഡ് സർ. എനിക്ക് ഞാൻ തന്നെ എൻ്റെ ഡയലോഗ്സ് എല്ലാം ഞാൻ എൻ്റെ റൈറ്റിങ്സിൽ റൈറ്റാക്കി എടുത്തെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് വായിക്കാനാവും. ഇപ്പോൾ വേറെ ആരെങ്കിലും എഴുതിയാലും അത് എനിക്ക് മനസ്സിലാത്തേ ഇല്ല. സോ ഞാൻ എൻ്റെ ഇതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാൻ തന്നെ ഡയലോഗ്. ബട്ട് ഇവിടെ എനിക്ക് ഇച്ചിരി ടഫായത് കാലിക്കറ്റ് സൈഡിലെ ഒരു സ്ലാങ്ങാണ് മലയാളം. അപ്പോൾ അത് ക്യാരക്ടർ ഷിർക്ക് പറഞ്ഞ മൂവിയിലെ ഞാൻ ചെയ്ത ക്യാരക്ടറുടെയാണ്. സോ അതെനിക്ക് ഇച്ചിരി ടഫായിരുന്നു മലയാളം. അപ്പോൾ സർ എനിക്കത് സ്ലാങ് വരണവരെ അവർ പറയും. ഈവൻ ഡയറക്ടർ സാറും പിന്നെ അസോസിയേറ്റും എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തതിലൊക്കെ.
എങ്ങനെയാ പറയണ്ടേ എന്താണ്. എത്രയും ഒരു ഹെവി ക്യാരക്ടറാണ് മോള് ചെയ്തത്. അപ്പോൾ സോ ആസ് എ ന്യൂ ഫേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെ സർ സെലക്ട് ചെയ്തേ മോളെ? ആക്ച്വലി പിന്നെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ, അതിഥിനെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മലയാളത്തിലുള്ള കുറേ നടിമാരുടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പല കാരണങ്ങൾ കൊണ്ട് ബിസി ആയതുകൊണ്ട് കിട്ടിയില്ല. നല്ലൊരു ആക്ട്രസിനെ കിട്ടിയില്ല. അത് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിഥി ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ചപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് ചെയ്യണമെങ്കിൽ കുറേ കൂടി ഹാർഡ് വർക്ക് വേണ്ടി വരും, കുറേ നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതിന് പിന്നെ പുള്ളി ഓക്കെ തയ്യാറായിട്ട് തന്നെയാണ് പിന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ചെയ്യാൻ പറ്റും തോന്നി, അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കഥ എവിടെ നിന്നാണ് സാറിന് കിട്ടിയത്? ഇങ്ങനെ ഒരു കഥ കിട്ടാൻ ഞാൻ അതാണ് പറഞ്ഞത്, അത് 2-3 ഇൻസിഡൻറ്റിന് ചേർത്തിട്ടാണ് ഈ കഥ വരുന്നത്. അതിൽ പിന്നെ ഈ നമ്മുടെ എന്താ പറയുക, ഈ മുത്തലാഖ് ചൊല്ലിയിട്ട് ഈ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുള്ള അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. മുത്തലാഖ് ചൊല്ലിയിട്ട് പിന്നെ അതിനുശേഷം ആ കുട്ടികളും ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാവും, അതുപോലെ തന്നെ അവരെ മതത്തിൽ നിന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് അറിയുന്ന തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതും പിന്നെ ഞാൻ അവിടെ പ്രവാസിയായിട്ടിരിക്കുമ്പോൾ അവിടെ തന്നെ വെച്ച് കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഒരു എത്യോപ്യ ആയിട്ടുള്ളൊരു സ്ത്രീ, ഒരു ഹൗസ് മെയ്ഡാണ്. ആ ഹൗസ് മെയ്ഡിന് അറബിയുടെ ഭാര്യയും കൂടിയിട്ട് അവരെ ഒരു കോറിഡോറിലിട്ടിട്ട് പട്ടിയെ പോലെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഈ 2-3 ഇൻസിഡൻറ്റ് കൂടി ചേർത്തിട്ടാണ് അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറി ആയിട്ട് വന്നത്. ജെയിൻ ചേട്ടാ, ഫസ്റ്റ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജെയിൻ ചേട്ടാ വാട്ട് യു ഫെൽറ്റ്? ആക്ച്വലി ഇതൊരു നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഗൾഫ്. ഇപ്പം നമ്മളൊക്കെ ഗൾഫിൽ പോകുന്നത് ആസ് എ സെലിബ്രിറ്റി ഓർ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഗൾഫിൽ പോകുന്നത് എങ്ങനെയാണ്? നാച്ചുറലി വിൽ ഗോ ഫോർ ഒരു ഫെസ്റ്റീവ് മൂഡിൽ അവിടെ എൻജോയ് ചെയ്യാനും അവിടുത്തെ സൈറ്റ് സീയിങ്ങിനും. അതിനപ്പുറത്തോട്ട് നമ്മുടെ എക്സ്പാട്രിയേറ്റ്സ് ഇവിടുന്ന് പോകുന്ന ഈ മറുനാടൻ ആൾക്കാർ, എന്താ പറയുക, പ്രവാസികളുടെ ജീവിതം കൃത്യമായിട്ടും എനിക്ക് അതിൻ്റെ കാമ്പ് മനസ്സിലാകുന്നത് മനു എന്നോട് പറയുമ്പോഴാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ ഒരുപാട് ലേഡീസൊക്കെ അവിടെ ഹൗസ് മെയ്ഡ്സായിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഇദ്ദേഹം വന്നിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ ഒരു ഹൗസ് മെയ്ഡിൻ്റെ സ്റ്റോറിയാണ് സത്യത്തിൽ. അപ്പം ഞാൻ ചോദിച്ചു ഗദ്ദാമയായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് യാതൊരു ബന്ധവുമില്ല, ഇത് വേറൊരു റിയലിസ്റ്റിക് വേർഷൻ. പക്ഷേ സബ്ജക്റ്റ് കിട്ടുകഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി എന്ന് പറയുന്നത് നമുക്കൊരു പ്രിവിലേജാണ്. നമുക്കത് മോർ ദാൻ ആൻ ആക്ടർ, ഞാൻ കുറച്ച് പൊളിറ്റിക്സും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നി. കാരണം ഇത്ര കണ്ടിട്ട് സഫർ ചെയ്യുന്ന വ്യക്തികൾ, ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തിൽ എത്തേണ്ടത് വളരെ ആവശ്യമുള്ളൊരു വിഷയമാണ്. അതിൽ ഞാൻ പക്ഷേ ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഞാൻ ചെയ്യുന്നത് വൃത്തികെട്ട ക്യാരക്ടറാണ്. അത് ഈ പറയുന്ന പോലെ ഷി വാസ് സോ ഗുഡ്. ഈ പറയുന്ന പോലെ കുറച്ച് ഞങ്ങൾ വളരെ ക്ലോസ് ക്വാർട്ടേഴ്സിലുള്ള കുറച്ച് സീക്വൻസസ് ഒക്കെ ഉണ്ട്. ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന, സെക്ഷലി ഹറാസ് ചെയ്യുന്ന സീക്വൻസസ് ഒക്കെ, അത് അതിൻ്റെ സഭ്യതയുടെ അതിർ വരുമ്പോൾ ഒരിക്കലും കടക്കാതെ ഏറ്റവും ഇവിടുന്ന് നമ്മുടെ മറുനാട്ടിൽ എത്തിയിട്ട് വിദേശീയത്ത് എത്തിയിട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുടെ കഥ ഇദ്ദേഹം വളരെ നന്നായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ജെയിൻ ചേട്ടനും അതിഥിയൊക്കെ പറയുന്ന കേട്ടിട്ട് അതിനകത്ത് ഉൾക്കൊള്ളാൻ ഒരുപാട് നല്ല ഹെവി കാര്യങ്ങളുണ്ട്. പക്ഷെ സസ്പെൻസ് ഒന്നും വിടാതെ സർ അതിന്റെ ഒരു കണ്ടന്റ് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? എന്താണ് സസ്പെൻസ് ഒന്നും വിടണ്ട. അല്ല, കഥ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പിന്നെ സിനിമ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ബട്ട് സ്റ്റിൽ ആസ് എ വിമൻ ഞാൻ അതിനൊരു ക്യൂരിയോസിറ്റി വരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഒരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ. കാരണം ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ സമൂഹത്തിൽ ഒരു സ്ത്രീ, പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ത്രീ അവളെ പിന്നീട് ഒരു പ്രശ്നത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ ഈ മുത്തലാഖ് ചൊല്ലി അവളെ ഒഴിവാക്കി, അതും അവളതായിട്ടുള്ള കാരണം കൊണ്ടല്ല. കാരണം എനിക്കിവിടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത കാരണം കൊണ്ട് അവളെ ഒഴിവാക്കിയിട്ട് അതിനുശേഷം ഈ 3 കുട്ടികളും ഈ സ്ത്രീയും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അവർക്ക് എതിരായിട്ട് സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആ മതത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവള് ഗൾഫിലേക്ക് പോകുന്നത്. കുട്ടികളെ ജീവിപ്പിക്കണ്ടേ? ഹസ്ബൻഡ് മുത്തലാഖ് ചൊല്ലി
3 കുട്ടികളും ഒരു അമ്മയുമുണ്ട്. ഇവരെ ആര് സംരക്ഷിക്കും? അപ്പം ഇവർക്ക് വീട് വിട്ടാ ഒരു ജോലിയില്ല, ഒന്നുമില്ല. ഇവർക്ക് നാട് വിടേണ്ടി വരികയാണ്, ഗൾഫിലെത്തുകയാണ്. അവിടെ ഭയങ്കര ഓഫറുകളൊക്കെ കിട്ടിയിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പം ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ ജോലിക്കൊന്നുമല്ല, വേറെ പല ആവശ്യങ്ങൾ. അവിടെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീനെ തനിച്ച് നിരാലംബരായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് പൊതുവേ നമ്മൾ മനുഷ്യ ആണുങ്ങളെ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് തന്നെ കുറ്റം പറയാണ്. ആണുങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്, സ്റ്റോറി പോകുന്നത് അങ്ങനെയാണ്. ഇപ്പം ഈ ഒരു മെയിൻ ക്യാരക്ടർ, ഈ ഒരു സിനിമയുടെ ഒരു തീം എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു അത് റിയൽ ആയിട്ട് നമ്മൾ കണ്ട ഒരു അനുഭവമാണ് സാർ എടുത്തത്. ശരിക്കും അത് ഈ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് ഇത് എത്തണം എന്ന് സാറിനെ ഹോണ്ട് ചെയ്തത് എന്താണ്? ഹോണ്ട് ചെയ്തത് ഞാനത് പിന്നെ എന്താണ്, അതിൻ്റെ ഒരുപാട് ആൾക്കാർ സ്ത്രീകളെ മുത്തലാഖ് ചൊല്ലിയിട്ടുണ്ട്. എന്നെ ഹോണ്ട് ചെയ്ത ഒരു സംഭവമുണ്ട്, വല്ലാണ്ട് ഹോണ്ട് ചെയ്ത ഒരു സംഭവം. പക്ഷെ അത് എനിക്കിവിടെ ഇപ്പം പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ആളെ പറയുന്നില്ല, സംഭവം പറയാം, ആളെ പറയുന്നില്ല. അതായത് ആ പിന്നെ ഒരു വ്യക്തി പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരിക്കുന്ന സമയത്ത് 2 മക്കളെ ഡൈവേഴ്സ് ചെയ്തു. ഈ മക്കളെയും ഭാര്യനെയും ഡൈവേഴ്സ് ചെയ്ത് വേറൊരു സ്ത്രീനെ കല്യാണം കഴിച്ചു. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ഹൂണ്ട് ചെയ്തു. കാരണം പിന്നെ ഇനി ആ ക്യാൻസർ പിടിച്ച ആ ഒരു സ്ത്രീ ഈ 2 മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ആ ചിന്തയാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല 3-4 ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡന്റ് ഇതാണ്. ഈ ഇൻസിഡന്റ് എന്നെ വല്ലാണ്ട് ഹൂണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചുകൊണ്ട് ഒരു 2-3 ദിവസം ഞാൻ ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം ഇവർ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ഇനി ആരാണ് ഒരു തുണ എന്നുള്ളത്. ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇദ്ദേഹനോട് ഈ വിഷയം ആദ്യം പറയുന്ന സബ്ജക്റ്റിനെ അതുകൊണ്ടാണ് നമ്മൾ ആളെ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്ത അന്നേരം വരെ ഭാര്യയായിട്ട് വെച്ച് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഇതൊരു എന്നെ ഹോണ്ട് ചെയ്തവരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു എത്യോപ്യൻ ഹൗസ് മേറ്റ്, ഒരു അറബിയുടെ വൈഫും തല്ലുന്നത്, അത് മാത്രമല്ല ഇവിടെ നമ്മൾ അവിടെ ഗൾഫിലൊക്കെ എത്തിപ്പെടുന്ന പല പെൺകുട്ടികളും എത്തിപ്പെടുന്ന ഒരു സ്ഥലം ബാറിലേക്കായി പോകും. പിന്നെ അവസാനം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു ലേഡിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവരതാ പറഞ്ഞത്. ഫസ്റ്റ് എന്നെ ബ്യൂട്ടി പാർലറിൽ ജോലിക്കാന്ന് വിളിച്ചിട്ട് വിസ ഇട്ട് ടിക്കറ്റ് ഇട്ട് അവരുടെ ഒരു ക്രൂ, അവരുടെ ഒരു ലീഡർ അവർ വിളിച്ചോണ്ട് ബ്യൂട്ടി പാർലറിലേക്ക് എന്ന് പറഞ്ഞ് ജോലിക്കിട്ട്, പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ ജോലിക്കാന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ട് അവരിട്ടത് എനിക്ക് ജോലിക്ക് ബാറിലാന്ന് പറഞ്ഞു. ഇവിടെ സർവൈവ് ആക്കണം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും പിന്നെ അവരെങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവര് ഈവൻ ലേഡീസ് അവർ അതിൽ ഇൻവോൾവ് ആയേ പറ്റൂ. അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കും. ഈ ജോലിക്കാണെന്ന് അവിടെ ചെന്നിട്ട് അവരെ മിസ്യൂസ് ചെയ്യുമ്പോൾ അവരവിടുന്ന് ഒളിച്ചോടും. ഈ ഒളിച്ചോടുന്നത് എവിടെ ഒളിച്ചോടും? അപ്പൊ ഇവര് ഓടിയെത്തുന്നത് പലപ്പോഴും ഈ ഇത് മനു പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ബാർ, അവിടെയൊക്കെ ആകുമ്പോൾ ഈ വിസ. അപ്പൊ ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഫോറിനർ അവിടെ ചെല്ലുന്നു, നമ്മൾ പ്രോഗ്രാം സെലിബ്രേറ്റ് ചെയ്യുന്നു, പോരുന്നു. പക്ഷെ എന്നാലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ മലയാളികളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രയാസം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെയല്ലേ? അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ എന്നുള്ള കറക്റ്റായിട്ട് അതിന്റെ ലീഗൽ ചെറുക്കിൽ പറഞ്ഞു വെച്ചു. കറക്റ്റൊക്കെ പറഞ്ഞു വെച്ചു. കാരണം എന്തുകൊണ്ടാണ്, അതായത് ഇപ്പൊ പിന്നെ ഞാൻ അതിന്റെ ഒരു ചെറിയ ഇത് പറയാം. അതായത് ഇവള് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരുന്നതെന്ന് അങ്ങനെ ഒരു സാഹചര്യം അവിടെ വരുന്നത് കൊണ്ടാണ്. ആ സാഹചര്യം വന്ന് അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ ആദ്യം അറബി അവളെ പേരിൽ പോയിട്ട് കേസ് കൊടുക്കും. എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണവും ഇതും എടുത്തിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും. അവിടെ ആദ്യം ആരാണോ കേസ് കൊടുക്കുന്നത് അവർക്കൊരു ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട് അവിടെ. അങ്ങനെയാണ് അവിടുത്തെ നിയമം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ കേസും ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ഒരാളെ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യില്ലല്ലോ. പിന്നെ അവരെ കേസിൽ ഈ പറഞ്ഞിട്ട് ഇടപെട്ടിട്ട് വരണമെങ്കിൽ അത് ലീഗലായിട്ട് എംബസിക്ക് മാത്രമേ ഇടപെട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എംബസിയിലേക്ക് നമുക്ക് ഈ വിവരങ്ങൾ എത്തിച്ചിട്ട് എംബസിക്ക് മാത്രമേ പിന്നെ ഈ കാര്യങ്ങൾ ഇടപെട്ട് അത് കേസ് ഉണ്ടെങ്കിൽ ഈ കേസ് തീരുന്നവരെ ഇവരവിടെ നിന്നേ പറ്റൂ. അപ്പോൾ കേസ് തീർന്നാലേ നാട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനകത്ത് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. എന്റെ ദൈവമേ, അത് നമുക്ക് താങ്ങുകയല്ലമ്മേ. പക്ഷെ എന്തായാലും സാറിന് ഇപ്പൊ ഇത് ഡയറക്റ്റ് ചെയ്യാൻ തോന്നി, അത് മനുഷ്യരിലേക്ക് എത്തിക്കാൻ തോന്നി. പക്ഷെ സാറിന്റെ കൂടെ ഒരു കൂട്ടായ്മയും കൂടെ വേണമല്ലോ, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഒരാളും കൂടെ വേണം. ആ ഒരു നല്ല മനസ്സുള്ള ആരാ?
ആക്ച്വലി ഇത് പടം സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് നിന്നത്. പിന്നീട് അതിന് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഈ ഫണ്ടിന് ഷോർട്ടേജൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മളെ കൂടെ മസൂൻ മാവേലിക്കര എന്ന് പറഞ്ഞിട്ട് ഉള്ള നമ്മുടെ ഒരു ചേട്ടൻ നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. പുള്ളിനെ അറിയാമായിരിക്കും, പുള്ളി വാസ്തവൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് പുള്ളിയാണ്. പിന്നെ അയാൾ എന്ന് പറഞ്ഞ സിനിമയൊക്കെ പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പുള്ളി നമ്മളെ കൂടെ നിന്നു. പാട്ട് രാജീവ് ആലെങ്കിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. പിന്നെ അത് രണ്ടാമത് അത് പാടിയത് MG ശ്രീകുമാർ, ശ്വേതാമോഹൻ, പിന്നെ സുജാ സുരേഷ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുതിയൊരു സ്ത്രീയാണ്. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ജയിച്ചേട്ടാ നമുക്കൊരു പാട്ട് പാടിയാലോ? ശരിക്കിലെ പാട്ട് ഇല്ലെങ്കിലല്ലോ, പാട്ട് വേണ്ട ജയിച്ചേട്ടാ ഒരു പാട്ട്. ഇത് കഴിഞ്ഞിട്ട് പോലെ ഭക്ഷണം ജയിച്ചേട്ടാ പ്ലീസ്. എന്താ ജയിച്ചേട്ടാ ഒരു ഭക്ഷണത്തിന് മുമ്പ് ഒരു പാട്ട് പിൻപ് ഒരു പാട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ഇവര് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്? അതൊക്കെ ഉണ്ട്. അതോ ഇവരെ കഴിപ്പിക്കാതെ ഇവിടെ എഴുന്നേപ്പിച്ചു വിടാൻ വേണ്ടിയാണോ എന്നോട് പാടാനോക്കുവോ? എനിക്കൊന്ന് പാടാനോ? ഇത് നമുക്ക് അയച്ചിട്ട് പാടാൻ ഇല്ലേ? മുമ്പ് പിൻപ് ഉണ്ടെന്ന്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ജയിച്ചേട്ടാ ഈ സിനിമയുടെ വിശേഷമൊക്കെ ഒത്തിരി കേട്ടെ, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. എന്റെ തലയിൽ ഇപ്പൊ തന്നെ ഒരു പകുതി ഭാരം ഉണ്ടെന്ന് തോന്നേ. ഇനി ഒരു ഇച്ചിരി ഒരു അയവ് വരട്ടെ. ജയിച്ചേട്ടാ കുറെ വിശേഷങ്ങൾ ഇപ്പൊ എന്റെ പ്രേക്ഷകർ കേട്ടേച്ച് കുറെ നാളായി. അതെന്നാന്ന് വെച്ചാൽ ജയിച്ചേട്ടൻ ഇച്ചിരി ഇന്റർവ്യൂ ഒന്നും നേരെ കൊടുക്കുകയല്ല, അതുകൊണ്ട് ആർക്കും ഒന്നും വലിയ വിശേഷം ഒന്നും അറിയാൻ ഒക്കുന്നില്ല. ക്യാരക്ടർ വൈസ് ആണ് ജയിച്ചേട്ടനെ എല്ലാവരും കാണുന്നത് തന്നെ. അതുകൊണ്ട് ഇന്ന് ഇപ്പൊ എനിക്ക് കുറച്ച് വിശേഷം അറിഞ്ഞേച്ചേ ഞാൻ വിടുന്നുള്ളൂ. അതായത് ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി തൊട്ട് ഈ സിർക്ക് എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചത് വരെ ദൈവമേ വലിയ ജോലിയാണല്ലോ. വലിയ ജോലി തന്നെയാ. ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി ആയത് ഇതിനോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പിന്നെ ഷാജിയേട്ടൻ വഞ്ചിയൂർ താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ പോലും ഞാൻ ചാൻസ് ചോദിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഞാൻ എൻ്റെ PG കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചു കാലം ഞാൻ ഗോദ്രേജിൽ വർക്ക് ചെയ്തിരുന്നു, ഞാൻ റിലയൻസ് പെട്രോ കെമിക്കൽസിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ ആരോടും പറയാതെ ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങിയിട്ട് ചാൻസുകളൊന്നും കിട്ടില്ല. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ലെവലിലൊരു 4 പടം. അന്നൊക്കെ താങ്കളൊക്കെ ഇവിടെ താരമായിട്ട് മിന്നി മറയുന്ന സമയങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും ജീവിതത്തിൽ അന്ന് ഈ പറഞ്ഞ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു തീരുമാനം അന്ന് എടുത്തിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എവിടെന്നെങ്കിലും കെട്ടിക്കൊണ്ട് വരുന്നൊരു പെണ്ണിനെ നമ്മൾ വഴിയാധാരമാക്കണ്ട എന്നൊരു താല്പര്യം കൊണ്ടിട്ടാണ് കല്യാണം വേണ്ട, സിനിമ മതി എന്ന് തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി. പക്ഷേ അതിൽ പച്ച പിടിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു തവണ രാജൻ ചേട്ടനാണ്, രാജൻ ബി ദേവാണ്, ഒരു 5ാമത്തെ പടം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ട് എന്നെ പുള്ളി തിരിച്ച് വണ്ടിയിൽ ആയിരപ്പുറ എന്നുള്ള സിനിമയിൽ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് അറിയുന്നില്ല, ഞാൻ അഭിനേതാവായിട്ട് അഭിനയിക്കുക. പക്ഷേ ഞാൻ അവിടേക്ക് ഇങ്ങനെ പാട്ടുകൾ നമ്മൾക്ക് ഈ ഒരു പാട്ടൊക്കെ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ ഇംഗ്ലാവും വിളിച്ച് ഇപ്പം നോക്കിയാലും കാണാം ഒരു നീല കൈലിയും വെള്ള വെള്ള കൈയില്ലാത്ത ബനിയനിട്ട് ഒരാൾ. അന്നും ആ കൂട്ടത്തിൽ ഏറ്റവും തടിയൻ ഞാനായിരുന്നു, ഒരു തടിയൻ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ 5 പടം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ചേർത്തല അമ്പലത്തിൻ്റെ വാതൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് ഒരു 50 രൂപ എടുത്ത് കൈ തന്നു. അതിനകത്ത് റെമ്യൂണറേഷനൊന്നും ഇല്ലായിരുന്നു. എടുത്ത് തന്നിട്ട് പറഞ്ഞു നീ ബസ് കയറി വീട്ടിൽ പോക്കോ, പക്ഷേ ഇനി മേലാൽ നിന്നെ ഇതുപോലെ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ കാണരുത്. ഞാൻ സത്യത്തിൽ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അവസ്ഥ, പ്രായം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയി. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, നമുക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ വീണ്ടും ചാൻസുകൾ ചോദിച്ചാൽ അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് മാറുകയായിരുന്നു, ശബ്ദം കൊടുക്കുക. അങ്ങനെ ഒരു 10 എനിക്ക് 100-108 പടത്തോളം ഞാൻ ഡബ് ചെയ്തു, ഒരുപാട് സീരിയലുകൾ ഡബ് ചെയ്തു. അന്ന് ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആകുമ്പം അവർക്കും കൂടെ ആവശ്യമുള്ളൊരു മേഖലയാണല്ലോ ഞാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിനെ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ, പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ ഞാൻ പരിചയപ്പെടുകയും അതിൽ ഒരു
പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ഉണ്ണി ചെറിയാൻ, ഇന്നും പുള്ളി കൈരളി ടി വിയിൽ ഒരു സീരിയൽ ചെയ്ത് ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നുണ്ട്. ഈ ഉണ്ണിയായിരുന്നു എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. മനുവിൻ്റെ ഒരു അസ്കിത ഉണ്ണിക്കുണ്ട്. ഉണ്ണി നല്ല എഴുത്തുകാരനാണ്. അത് മാത്രമല്ല നല്ലൊരു ഇടതുപക്ഷക്കാരനാണ്, ചിന്തകനാണ്, ഇതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ടുള്ള. അപ്പോൾ ഉണ്ണി സതീഷ് അനന്തപുരി ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലാണ്. സതീശേട്ടനോട് എനിക്ക് എന്നും കടപ്പാടുണ്ട്, ഈ ഉണ്ണിയോടും എനിക്ക് കടപ്പാടുണ്ട്. കാരണം ഉണ്ണിയാണ് സതീശേട്ടനൊക്കെ പറയുന്നത്, നീ ജയനൊരു വേഷം കൊടുത്തുള്ളൂ. ഞാൻ എന്നും വന്ന് ഡബ് ചെയ്തിട്ട് ഞാൻ പറയും എനിക്കൊരു വേഷം എന്താ അഭിനയിക്കാൻ. അപ്പോൾ ഇവർ തരാം, നിനക്ക് തരാം. അങ്ങനെ ഒരു ദിവസം ഞാൻ സത്യത്തിൽ അന്ന് അനന്തപുരി താമസിക്കുക ജഗതിയിൽ. ഇവിടുന്ന് എനിക്ക് ഒരു പക്ഷേ തണ്ണീർമുഖത്തോ ചേർത്തലയിലുള്ള ആർക്കും അറിയാത്ത കഥകളാണ് ഇന്നിപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു ആർട്ടിസ്റ്റിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ജഗതിയിൽ നിന്ന് നടന്ന് കവടിയാറ് കാളിദാസ വിഷൻ സ്റ്റുഡിയോയിലെത്തി. അന്നത്തെ ദിവസം ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അത്യാവശ്യം ഭക്ഷണം വേണ്ട ഒരു ശരീരപ്രകൃതമാണ് എൻ്റെത്, നല്ല വണ്ണമുള്ള ആളാണ്. ഒരു 11:30-12 ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു ഡബ് ചെയ്ത് എൻ്റെ പൈസ കിട്ടില്ല, ഒരു 500 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഡബ്ബിങ്ങിൻ്റെ പൈസ ഇവിടെ നല്ല കിട്ടുന്നത്, PTP നഗറിൽ അംബിക ചേച്ചിയുടെ വീട്ടിലാണ് ഷൂട്ടിങ്, നിങ്ങൾ അവിടെ ചെന്നാൽ അവിടെ നിന്ന് പൈസ കിട്ടും. അപ്പോൾ അവിടെ ലൊക്കേഷനിലോട്ടൊക്കെ നമ്മൾ നാണം കെട്ട് പോകുന്നത് എങ്ങനെ, അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ അവിടെ ചെന്നു. ഓട്ടോയ്ക്കുള്ള പൈസ ഇല്ല കയ്യിൽ. ലൊക്കേഷനിലെത്തുമ്പോൾ ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ലൊക്കേഷനിലും ഇല്ല. 15 രൂപ ഓട്ടോയ്ക്കായി. ഈ ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള പൈസ സത്യത്തിൽ സതീശേട്ടനും ഇല്ല. അന്ന് ശ്രീജിത്ത് പലേരിയാണ് അസോസിയേറ്റ് ഡയറക്ടർ. ശ്രീജിത്തിനോടൊക്കെ എനിക്ക് തീർന്നിട്ട കടപ്പാടാണ്. ശ്രീജിത്ത് പലേരി എന്നോട് ഭയങ്കര സ്നേഹമാണ്. അനിൽ മോഹൻ നായകൻ, അനിലിനെ ഭയങ്കര ഇഷ്ടമാണ്. അനിലിൻ്റെ ശബ്ദം ഞാൻ ആ സീരിയലിൽ മോഹനം എന്നുള്ള സീരിയൽ ദൂരദർശനിൽ വരുന്നതിൻ്റെ ഡബ് ചെയ്യുന്നത്. അവസാനം നോക്കിയപ്പോൾ ശ്രീജിത്തിൻ്റെ 15 രൂപയുണ്ട്. ഈ ശ്രീജിത്തിൻ്റെ നിന്ന് സതീശേട്ടൻ എടാ വണ്ടിക്കൂലി വിടറാ, എന്നോട് ഭയങ്കരമായി ഇഷ്ടമാണ്. സതീശേട്ടനതെ, ശ്രീജിത്തിനതെ, പിന്നെ സന്തോഷ് വിദേവാണ് ക്യാമറ ചെയ്യുന്ന അദ്ദേഹത്തിനതെ, അനിൽ മോഹനുണ്ട്, അനീഷുണ്ട്, ഇവരൊക്കെ ലൊക്കേഷനിലുണ്ട്. എന്നോട് ഭയങ്കരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വലിയ ഒരു സ്നേഹമാണ് എന്നോട്. അത് കഴിഞ്ഞിട്ട് എന്നോട് ഊണ് കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഞാനും അനിൽ മോഹനും കൂടെ ശരീരവും ശബ്ദവും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. ഞാൻ വളരെ ആരാധനയോടെ അനിൽ മോഹനെ കാണുന്നത്. അദ്ദേഹം വളരെ നല്ല ജെന്റിൽമാനാണ്, വളരെ നല്ല അനീഷ് അനിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോരാൻ നിൽക്കുമ്പം എന്നോട് സതീശ് അനന്തപുരി ചേട്ടൻ പറഞ്ഞു, എടാ പോസ്റ്റ് പ്രൊഡക്ഷൻ വേറെ കൊടുത്തിരിക്കുക, പൈസ അവിടെ കിട്ടുള്ളൂ, ഇവിടെ നീ വന്നുകൊണ്ട് വണ്ടിക്കൂലി സ്റ്റുഡിയോയിലില്ല, ഇവിടെ വന്നപ്പോൾ ഇവിടെയില്ല, പിന്നെ നിനക്കൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് ഷൂട്ട് ചെയ്യാൻ സീനില്ല. ഈ അനീഷിൻ്റെ ക്യാരക്ടറിന് ഒരു സുഹൃത്ത് വേണം. അങ്ങനെ ഒരു സുഹൃത്തൊന്നൊരു ക്യാരക്ടർ എഴുതിയിട്ട് നീ ഒരു 2 സീൻ അഭിനയിച്ചിട്ട് നിനക്ക് 500 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെഡി, അല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടൊക്കെ. അങ്ങനെ 2 സീൻ എഴുതി ഞാൻ ചെയ്യുന്നു. ഇത് അടുത്ത ദിവസം ഡബ് ചെയ്യുന്നു, എയറിൽ പോകുന്നു. അടുത്ത ദിവസം ഉച്ചയപ്പോൾ എന്നെ വിളിച്ചു, നിൻ്റെ ആ സീന് അന്നൊക്കെ രാവിലെ ഷൂട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ്, വളരെ പരിമിതമായ ബഡ്ജറ്റിൽ ചെയ്തു പോലും. ഈ സീൻ കണ്ടിട്ട് ഡോക്ടർ എസ് ജനാർദ്ദനൻ സതീഷ് അനന്തപുരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഒരു ട്രാക്കിൽ നിങ്ങൾ സബ്ജക്റ്റ് പോയി നന്നായിരിക്കും, അത് കൊള്ളാം, അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ ആ ക്യാരക്ടർ വിനയൻ എന്ന് പേരിട്ട്, എനിക്ക് വിനയൻ എന്നൊരു ക്യാരക്ടർ പേര്, അത് ആദ്യത്തെ ദിവസം ഒരാളെന്ന് എഴുതിയാണ് ചെയ്തത്. രണ്ടാമത്തെ ദിവസം ആ ക്യാരക്ടറിൻ്റെ പേര് വന്ന് വിനയൻ. പിന്നെ ആ വിനയൻ 51 എപ്പിസോഡ് പോയി ആ ക്യാരക്ടർ. ഇതിന് ശേഷം അടുത്ത ഡിറ്റക്റ്റീവ് ആണെന്നുള്ള സീരിയൽ ഞാൻ മെയിൻ വില്ലനായിട്ട്, അതിലെനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് സീരിയൽ ഡബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ വേനൽ മഴ എന്ന് പറഞ്ഞാൽ KK രാജീവേട്ടൻ്റെ സീരിയൽ കണ്ട് ഞാൻ പറയും, ഭഗവാനെ ശ്രീവിദ്യാമ്മയൊക്കെ അഭിനയിക്കും, എനിക്ക് അവരോടൊക്കെ ഒരു സീൻ അഭിനയിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഐഡ്രോം സ്റ്റുഡിയോയിലൊക്കെ പോയിരുന്ന് സംസാരിക്കും. ഈ വളരെ അദൃശ്യമായിട്ട് അടുത്ത ഇൻവിറ്റേഷൻ വരുന്ന സ്വപ്നം എന്ന് പറഞ്ഞ് KK രാജീവ് ഡയറക്റ്റ് ചെയ്യുന്ന ശ്രീവിദ്യാമ്മയുടെ അനന്തരവൻ്റെ ക്യാരക്ടറുള്ള സീരിയൽ. അത് അപ്പം ഇത് വളരെ ആദർശ്യമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും എൻ്റെ കഴിവ് കണ്ടിട്ട് അവരെന്നെ വിളിച്ചാണോ എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. എങ്ങനെയോ സംഭവിച്ചു പോയി. ആ ദത്തൻ എന്ന് പറഞ്ഞ ഇന്നും എന്നെ പ്രേംപ്രകാശ് ചേട്ടൻ ദത്താന്നാണ് വിളിക്കുന്നത്. അത് ഭയങ്കര ക്ലിക്കായി. അത് ക്ലിക്കായി കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എന്നെ എറണാകുളത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു ചെറിയ പടത്തിൽ അഭിനയിച്ചു, കാക്കി നക്ഷത്രം എന്നിട്ട്. ആ പടത്തിൽ പുള്ളി എന്നോട് പറഞ്ഞു, നീ അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ? ഞാൻ റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ്. നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഒരു സിനിമയിൽ. നീ സിനിമയിൽ അഭിനയിച്ചോ? ഞാൻ അഭിനയിച്ചു. എന്നാ ഞാൻ സിനിമ കണ്ടത്. ആ വലിയ മനുഷ്യന് അദ്ദേഹത്തോടൊക്കെ ഉള്ള കടപ്പാടോടെയാണ്. അദ്ദേഹം 3 നില കയറി മോളി വന്ന് ഡബ്ബിംഗ് തിയേറ്റർ വന്നിട്ട് അവൻ്റെ സീൻ ഒന്ന് പ്ലേ ചെയ്തേ, ഞാൻ ഒന്ന് കാണട്ടെ എന്നിട്ട് ആ സിനിമ കണ്ടിട്ട് നന്നായിട്ടുണ്ടോ പോയി. ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാം അതെ നമ്മൾ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് രാജീവേട്ടൻ്റെ സീരിയൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് ആ സ്വപ്നം വന്നതോടുകൂടി എനിക്ക് നല്ല ഒരു പേരായി വന്നു.
അതിനുശേഷം മാനസപുത്രി വന്നപ്പോൾ തോബിയാസ് എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ക്ലിക്കായി. അത് തീർന്ന സമയത്താണ് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അമൃത ടി വിയിൽ, ഇങ്ങനെ അവസാനത്തെ പ്രോജക്റ്റ് അമൃത ടി വിയിലാണ്. അങ്ങനെ വന്ന് അതിലൂടെ ഇങ്ങനെ സീരിയൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ എന്നെ മാനസപുത്രി ഹിറ്റായി കഴിഞ്ഞപ്പോൾ എന്നെ പരുന്തിൽ വില്ലനായിട്ട് മമ്മൂക്ക തന്നെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ സിനിമകൾ ഇപ്പൊ ദൈവം ജീവിക്കണ്ടേപ്പാ. അതിനുശേഷം എൻ്റെ അമ്മ വളരെ നിർബന്ധപൂർവ്വം അമ്മ എന്നോട് ഒരു ദിവസം ചോദിച്ചടാ, ഞാൻ അന്ന് അച്ഛനൊന്നും ഇല്ല, അമ്മ. അപ്പം അമ്മ പറഞ്ഞാൽ നിനക്ക് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ നിനക്ക് ആരും ഇല്ലാതാവും. അങ്ങനെ ഞാൻ 2012 മെയ് 31 ഞാൻ സിംഹാസനം എന്ന് പറയുന്ന ലൊക്കേഷനിൽ മെയ് 29 തീരുന്നു. ഷാജിയേട്ടൻ 29 സിനിമ എൻ്റെ സീൻ തീർത്തു, 30 സിനിമ പാക്കപ്പ്, 29 എൻ്റെ സീൻ തീർത്തിട്ട് 31 ഞാൻ ഗുരുവായൂർ വന്ന് ഞാൻ ജയശ്രീ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. അതിനിടയിൽ നല്ല രസമുണ്ട് ചേച്ചിയുടെ കഥ കേൾക്കാന്. നല്ലൊരു എന്നാ പറയാ സ്റ്റെപ്പ് ഇങ്ങനെ കേറി വരുന്നത് ശരിക്കും ഒരു എപ്പിസോഡ് മാറിയില്ലേ? അതാ സ്റ്റെപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ചേച്ചിയുടെ എങ്ങനെ ആ ഉയർച്ചയിലേക്ക് ശരിക്കും ആ ഗ്രാഫ് അല്ലേ കറക്റ്റ് അത്. അപ്പൊ ഞാൻ ഇനി ഒന്ന് നമ്മുടെ ഭക്ഷണം വിളമ്പട്ടെ. ഭക്ഷണത്തിന് കാര്യം പറയുമ്പോഴേ അത് മോശമല്ലേ നമ്മളെ കൊടുക്കാതിരുന്ന. ഞാൻ പറയാം, ജെയിൻ ചേട്ടൻ ഇച്ചിരി ഭക്ഷണപ്രിയനാന്നു, ഉള്ളതുപോലെ പറയുന്ന കൂട്ടത്തിലുള്ളതാന്നു. ഇല്ലെന്ന് ഞാൻ പറയുവേല. എനിക്കിഷ്ടായിരുന്നു, അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടമായില്ല. സ്വാതന്ത്ര്യം എന്റെ ഈ പരിധി വരെയുള്ള അവരുടെ സ്വാതന്ത്ര്യം. സത്യം കഴിക്കുന്നേ അല്ല, ഇത് പുതിയ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഈ പറഞ്ഞ കൂട്ടി ഈ സിനിമ ഒന്ന് കണ്ടേ ഒക്കത്തുള്ളേ. കാര്യം എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാം എന്നാന്ന് വെച്ചാല്, ഇനിയിപ്പം ആന്നേലും ദുബായിക്ക് പോകുന്ന ആൾക്കാർ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര ഒരു പ്രതീക്ഷയാ. അവിടെ പോയിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന പോലെ ഇത്രയും കാശുണ്ടാക്കാം, വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, കടങ്ങൾ മാറ്റാം എന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത കുറെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്ന. ഇപ്പൊ ഇവർ സസ്പെൻസ് വിട്ടിട്ടില്ല, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിനകത്തും അറിയില്ല അതെന്താണ് അവർ അത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതെന്ന്. അത് ശരിക്കും ആ സിർക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടേ പറ്റുള്ളൂ. അത് കണ്ടിട്ട് വേണം നമ്മൾ ഇനി തീരുമാനിക്കാൻ നമുക്ക് ദുബായിക്ക് പോകണോ അതോ നാട് തന്നെയാണോ നമുക്ക് നല്ലത്. രണ്ടിടത്ത് ജോലി ചെയ്താലും സ്വസ്ഥമായിട്ട് നമ്മുടെ മക്കളെയും വീട്ടുകാരെയും കണ്ടുകൊണ്ട് കഴിയാം, പേടിക്കേ വേണ്ട എന്നൊന്ന് ചിന്തിക്കുക. ഈ സിനിമ അതിനൊരു മെസ്സേജ് തന്നെ ആവട്ടെ. അത് ഈ ആനീസ് കിച്ചൺ തന്നെ പറയാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പ്രേക്ഷകരോടും നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും കാണും, ഈ 2 പാവം കലാകാരന്മാരെ സഹായിക്കാം. വെരി മച്ച് ഇത്രയും സമയം വന്ന് ഞങ്ങളോടൊപ്പം ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞു. ഐ ആം സോ താങ്ക്ഫുൾ. താങ്ക് യു അദിതി. ആനി ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. യു ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് ഇൻ മലയാളം ആൻഡ് ഐ ആം ഹർ ഫാൻ. അല്ല, ഇത് ഒരു 99.99% ആൾക്കാർക്കും 100% പറയുന്നില്ല. ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ സാധ്യതയില്ല. പക്ഷെ ഒന്ന് ക്യാമറ എനിക്ക് പറയാനുണ്ട്, നല്ല ഭക്ഷണം കേട്ടോ. പിന്നെ ഒന്നുകൂടെ പറയാനുണ്ട്, ഞാൻ ഇവിടെ വരുന്നവരെ എനിക്ക് നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് അറിയൊക്കെ നല്ലപോലെ വയ്ക്കാൻ അറിയാവുന്ന ആരെങ്കിലും വെച്ചിട്ട് പുള്ളിക്കാരി വിളമ്പുന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അവരോട് പറയുക ഞാൻ, ഇത് സത്യമാണ്, പുള്ളിക്കാരി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ നിന്ന് കണ്ടതാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഈ ഷോ. എന്റെ തമ്പുരാനെ, ഇത് കേട്ട എന്റെ പ്രേക്ഷകർ വിശ്വസിക്കുക, ഒരിക്കലും വിശ്വസിക്കില്ല. പറഞ്ഞെന്താ സത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന. എന്നാലും എന്റെ പ്രേക്ഷകർ സമ്മതിക്കുമല്ല, ആ കൊച്ചു നിന്ന് ഞങ്ങളെ കൂടെ പഠിപ്പിച്ച കറിയാന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് ജയിച്ചേട്ടൻ പറയുന്നതിന് ഒന്നിനും കേൾക്കുമല്ല കേട്ടോ. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ ഞാൻ ഒരു കാര്യം, എനിക്ക് നമ്മുടെ ഈ എപ്പിസോഡിൽ ഇപ്പൊ സാർ പറഞ്ഞു ഒരു വിമൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ കൂടി ഇത്രയും വലിയൊരു മെസ്സേജ് തരാൻ പറ്റിയതിൽ സോ ഹാപ്പി എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്കൊരു നിമിത്തമാക്കാൻ പറ്റിയല്ല, ആസ് എ മീഡിയേറ്റർ എനിക്കാവാൻ പറ്റിയാൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ
സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാവരും നമുക്ക് ഒരുപോലെ തന്നെയാണ്. അതിന് ഏറ്റക്കുറച്ചിലില്ല, പണക്കാരെന്നോ പാവങ്ങളെന്നോ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ എന്നറിയോ, സ്ത്രീനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം എന്നാണ് നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞേക്കുന്നതും വലിയ വലിയ ആൾക്കാരും പറഞ്ഞേക്കുന്നത്. ഗീവ് റെസ്പെക്ട് ടു വിമൻ എന്ന് പറഞ്ഞ് വിമൻ അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓൾവേസ് റെസ്പെക്ട് വിമൻ. ആൻഡ് നമ്മൾ പൊതുവെ പറയുന്നത് എന്താ, ലേഡീസ് ഫസ്റ്റ്, ദാറ്റ് ഗീവ്സ് ദ റെസ്പെക്ട് ടു ദ ലേഡീസ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്നാണെന്നറിയാമോ, ഈ ഒരു ഷോയിൽ കൂടെ എനിക്ക് ഇത്രയും വലിയൊരു മെസ്സേജ് ഒരു ഫിലിമിൻ്റെ കാര്യത്തിൽ കൂടി തരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേച്ചിമാരായാലും പെങ്ങന്മാരായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മൾ നോക്കിയും കണ്ടും എന്നതേലും 10 പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അന്യനാട്ടിലോട്ട് ഓടിപ്പോവരുത്. എല്ലാം സെക്യൂർ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ പോവാവുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. ഞാൻ പറയുന്ന വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു സ്നേഹമുള്ളതുകൊണ്ടും ഒരു ചെറിയൊരു എന്താ പറയുക, ഞാനും ഒരു സ്ത്രീയാണ്, വേറൊരു സ്ത്രീ അത് കണ്ട് ഇതേപോലെ പ്രയാസങ്ങളൊന്നും അന്യനാട്ടിൽ പോയി പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുവാന്നു. അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടേച്ചു ഓക്കെ ദുബായ് പോവാ.